ഹായ് ഹലോ നമസ്കാരം. നീറ്റ് എക്സാമിങ് അടുത്തെത്തിക്കഴിഞ്ഞു. എക്സാം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എക്സാം ഹാളിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചെല്ലുന്നു എന്നുള്ളത്. നമുക്കറിയാം കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ അവിടെ അലൗഡ് ആണ്, ചില ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ബോയ്സിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും ഗേൾസിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ച് പറയാം. കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂളിംഗ് ഗ്ലാസ്, ക്യാപ്പ്, തൊപ്പി ഇതൊന്നും അവിടെ അലൗഡ് അല്ല. നമുക്ക് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ഗ്ലാസ്സസ് ആണെങ്കിൽ അത് പ്രശ്നമില്ല. അല്ലാതുള്ള കൂളിംഗ് ഗ്ലാസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ എടുത്തു പറയേണ്ടത് തകിട്, ഏലസ്, സ്വർണ്ണാഭരണങ്ങൾ, മാല, വലിയ ഹെവി ഓർണമെൻറ്റ്സ്, മോതിരം ഇതൊന്നും അവിടെ അലൗഡ് അല്ല. ബെറ്റർ നമ്മുടെ പാരൻസിനെ ഏൽപ്പിച്ചിട്ട് പോവുക. അതിനേക്കാൾ ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ ഊരി വെച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിനെ കുറിച്ചൊന്ന് ഓവറോൾ പറയാനാണെങ്കിൽ ഓവറായിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷർട്ട്സ് അലൗഡ് അല്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ റൗണ്ട് നെക്കിൽ വരുന്ന വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഹാഫ് സ്ലീവ് ഷർട്ട് ഓർ ടീഷർട്ട് ആയിരിക്കും ബോയ്സിനും ഗേൾസിനും അലൗഡ് ആയിട്ടുള്ളത്. പിന്നെ പാൻറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഓവറായിട്ട് പ്ലീറ്റ്സ് ഒക്കെ ഉള്ള, ഗേൾസിൻ്റെ ആണെങ്കിൽ ഓവർ പ്ലീറ്റ്സ് ഉള്ള പാൻറ്റ്സ്, ബോയ്സിനാണെങ്കിൽ ഓവറായിട്ട് ഇത് ജീൻസിൽ വർക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാഷനിൽ വന്ന് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒന്നും അലൗഡ് അല്ല. ഏറ്റവും ബെറ്റർ ജോഗേഴ്സോ ട്രാക്ക് സൂട്ട് പാൻസോ ഒക്കെ യൂസ് ചെയ്ത് എക്സാമിന് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ പ്രിൻറ്റ്, സ്പെഷ്യലി ആൽഫബറ്റിക് പ്രിൻറ്റ്സ്, നമ്പർ പ്രിൻറ്റ്സ് ഇതൊന്നും അലൗഡ് അല്ല. ലൈറ്റ് കളേഴ്സാണ് കുറച്ചും കൂടെ ബെറ്റർ. അതും പ്ലെയിൻ ആയാൽ അതിനേക്കാൾ നല്ലതായിരിക്കും. പിന്നെ ഷൂസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഷൂസ്, കാല് കവർ ചെയ്തിട്ടുള്ള ഒരു ഷൂസ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ചെരുപ്പുകൾ അലൗഡ് അല്ല. കാല് ഫ്രീ ആയിട്ട് കുറച്ച് ഭാഗം കാണുന്ന രീതിയിലുള്ള സാൻഡൽസോ യൂഷ്വൽ സാധാ ചെരുപ്പുകൾ മാത്രമാണ് അവിടെ അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ കാൽക്കുലേറ്റേഴ്സ്, പെൻ ഇതൊന്നും അതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. വാച്ചസ് കയറ്റത്തില്ല. ഇതെല്ലാം നിങ്ങളെ കൊണ്ട് അഴിച്ച് അവർ പുറത്ത് വെപ്പിക്കും. അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതാണ് ഒരു കോമൺ ഫാക്ടർ വരുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒന്ന് സെപ്പറേറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ഇനി ബോയ്സിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കുറച്ച് ഫാക്ടേഴ്സും കൂടി ഇതിൽ ആഡ് ചെയ്ത് പറയുകയാണ്. ജീൻസ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ മെറ്റാലിക് വരുന്ന ബെൽറ്റുകൾ, വലിയ രീതിയിലുള്ള ബട്ടൺസ്, മെറ്റാലിക് ബട്ടൺസ് ഇത് വരുന്ന ഷർട്ടോ പാൻറ്റോ ഒന്നും അലൗഡ് അല്ല. ഷർട്ട് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, പ്രിൻറ്റഡ് ആയിട്ടുള്ളത്, ഓവർ പ്രിൻറ്റഡ് ആയിട്ടുള്ളത്, നമ്പേഴ്സ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. പ്ലെയിൻ ആയിട്ടുള്ളത് ജോഗേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാം. എക്സസറീസ് ഒന്നും അലൗഡ് അല്ല. ഈവൻ നമ്മുടെ കയ്യിൽ കിടക്കുന്ന റിങ് പോലും അലൗഡ് അല്ല. വാച്ചസ്, കയ്യിലുള്ള ബ്രേസ്ലെറ്റ്, ഏലസ്, തകിട്, ഈവൻ അരഞ്ഞാണം പോലും നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ അതെല്ലാം അവിടെ ചെക്കിങ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ബോയ്സ് ശ്രദ്ധിക്കുക. സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കുക. നമുക്ക് ഡ്രസ്സിങ്ങിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ എക്സാം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹാഫ് സ്ലീവ് ആയിട്ടുള്ള വലിയ ലൈറ്റ് കളേഴ്സ് നോക്കിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് ബോയ്സ് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഗേൾസിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ചുരിദാർസ് യൂസ് ചെയ്യുന്നവർക്ക് ഫുൾ സ്ലീവ് ചുരിദാർ അലൗഡ് അല്ല. ഹാഫ് സ്ലീവ് ചുരിദാർ മാത്രമാണ് അലൗഡ്. അതും ബെറ്റർ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക. ഓവറായിട്ടുള്ള ഹെവി വർക്ക്, മിറർ വർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫാഷനിലുള്ള ഗ്ലിറ്റേഴ്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ടുള്ള ഒരു ഹാഫ് സ്ലീവ് ചുരിദാർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മതപരമായിട്ട് പർദ്ദ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പക്ഷേ എക്സാമിന് ഒരു 1 hour മുന്നേ ഹാളിലേക്ക് എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളെ എക്സാം ക്ലാസ്സിലോട്ട് വിടുന്നത്. അപ്പോൾ അതിന് ഒരു 1 hour മുന്നേ മതപരമായിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്ന ഗേൾസ് ചെല്ലാനായിട്ട് ശ്രദ്ധിക്കാം. എഗെയിൻ നമുക്ക് ഗേൾസിൻ്റെ ടോപ്പ് കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഷർട്ടൊക്കെ യൂസ് ചെയ്യാം. ഹാഫ് സ്ലീവ് ആയിരിക്കണം, റൗണ്ട് നെക്ക് ആയിരിക്കണം, അത് മസ്റ്റാണ്. ലൈറ്റ് കളേഴ്സ് ആയിരിക്കണം. എഗെയിൻ ബോയ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രിൻറ്റഡ് യൂസ് ചെയ്യാൻ പാടില്ല. ആൽഫബറ്റ്സ്, നമ്പേഴ്സ് ഈ വക ഓവറായിട്ട് വരുന്ന ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാൻ പാടില്ല. ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഗേൾസിൻ്റെ ബോട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഓവറായിട്ട് പ്ലീറ്റ്സ് ഉള്ള പാൻസുകൾ, ഒരുപാട് ഫ്ലെയർ ഉള്ള പാൻറ് ടൈപ്പ് ഉണ്ടല്ലോ, നമുക്ക് പലാസോ യൂസ് ചെയ്യാം. പക്ഷേ സ്ട്രൈറ്റ് കട്ടായിട്ടൊക്കെ ഉള്ള പലാസോസ് യൂസ് ചെയ്താൽ വലിയ ഇഷ്യൂ വരത്തില്ല. പക്ഷേ ഒരുപാട് പ്ലീറ്റുള്ള പാൻസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ബെൽറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക, മെറ്റാലിക് ആയിട്ടുള്ള. പിന്നെ ഗേൾസിൻ്റെ കാര്യത്തിൽ ലോങ് ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെയർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഹെയർ ടൈ ചെയ്ത് വയ്ക്കാം. ഒരു കാരണവശാലും മെറ്റാലിക് ക്ലിപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ യൂഷ്വൽ സ്ലൈഡ് ഉണ്ടല്ലോ, നമ്മൾ മുടി ഒതുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ വക സ്ലൈഡ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഓവർ ലെങ്തി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമ്മുടെ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അറിയാലോ ചൂട് കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അത് ടൈ ചെയ്ത് വെക്കുക. ഒരു പോണിറ്റെയിലോ എന്തെങ്കിലും കെട്ടി വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ചെരുപ്പിൻ്റെ കാര്യം വരുമ്പോൾ ഹീൽസ് അലൗഡ് അല്ല. അപ്പോൾ മാക്സിമം ഫ്ലാറ്റ് ആയിട്ടുള്ള കാലൊക്കെ കാണുന്ന രീതിയിലുള്ള ഓപ്പൺ ആയിട്ടുള്ള സാൻഡൽസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ പ്രിൻറ്റ് വരാത്ത നമ്മുടെ സ്ലിപ്പേഴ്സ്, നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ലിപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതുമാതിരിയുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹീൽസ് ഒട്ടും അലൗഡ് അല്ല.
ആൻഡ് ആക്സസറീസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഗേൾസിനെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കമ്മൽ ഇയറിങ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്റ്റഡോ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ സ്റ്റഡ് പോലെ എന്തെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മോതിരം, മാല, ബ്രേസ്ലെറ്റ്സ്, ഏലസ്, തകിട്, ഈ വക സാധനങ്ങളെല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് കയറാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് ഓവറോൾ പറയാനാണെങ്കിൽ ഗേൾസിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ നമ്മുടെ ടോപ്പ് എടുക്കുവാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, ചുരിദാർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സിൽ തന്നെ ഹാഫ് സ്ലീവ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബനിയൻ അല്ലെങ്കിൽ ടീഷർട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഹാഫ് സ്ലീവ്, റൗണ്ട് നെക്ക്. ആൻഡ് പാൻസിൻ്റെ കാര്യത്തിൽ ഓവറായിട്ടുള്ള പ്ലീറ്റുള്ള പാൻസുകൾ യൂസ് ചെയ്യാതിരിക്കുക. ജീൻസിൽ തന്നെ ഓവറായിട്ടുള്ള വർക്ക്സ് അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിങ്സ് അങ്ങനെയുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും വരുന്നത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹീൽസ് യൂസ് ചെയ്യാൻ പാടില്ല. ഓപ്പൺ കാല് കാണുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യുക. അതും പ്രിന്റഡ് ഇല്ലാത്ത രീതിയിൽ, അത് ഡ്രസ്സിലാണെങ്കിലും ചെരുപ്പിലാണെങ്കിലും പ്രിന്റഡ് ഒട്ടും വരാത്ത രീതിയിൽ, നമ്പേഴ്സിൻ്റെ പ്രിന്റ്, ആൽഫബറ്റിക് പ്രിന്റ്സ് വരാത്ത രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓർണമെൻറ്റ്സ് എല്ലാം ഒഴിവാക്കുക. പെൻ അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പെന്ന്, വാച്ച് ഇതൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ഒരാവശ്യവുമില്ല. പിന്നെ ഏറ്റവും ഫൈനലായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ ഹാളിലേക്ക് മാക്സിമം ഒരു 1-1.5 മണിക്കൂർ മുന്നേ എത്തിയാലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഒരു 1 hour 1.5 hour മുന്നേ കറക്റ്റായിട്ട് നിങ്ങളുടെ ഹാളിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു ½ hour വൈകിയാലും വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഹാളിലേക്ക് എത്തിപ്പെറ്റാൻ പറ്റും. സോ അതുകൊണ്ട് ഒരു 1-1.5 hour മുന്നേ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിന് തലേന്ന് തന്നെ ഹാൾ ടിക്കറ്റും നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള A to Z കാര്യങ്ങൾ എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് നേരത്തെ എക്സാം ഹാളിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു വലിയ ഓൾ ദി ബെസ്റ്റ് അറിയിക്കുന്നു.